ഹലോ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് സുമിത. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വന്നു. ഇനി അടുത്തത് ഏത് സ്ട്രീമാണ് ഓപ്റ്റ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ കുറേ പേരൊക്കെ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഏത് സ്ട്രീമാണെന്നുള്ളത്. കുറച്ച് പേരൊക്കെ മാർക്കിൻ്റെ ബേസിസിൽ ഏത് സ്ട്രീം കിട്ടുമെന്ന് നോക്കാം എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ മേജറായിട്ട് ശരിക്കും പറഞ്ഞാൽ ബയോളജിയും മാത്സും വരുന്ന ബയോ സയൻസ് ഉണ്ട്. അതേപോലെ ഈ പറഞ്ഞതുപോലെ മാത്സ് ഇഷ്ടമല്ലാത്തവർക്ക് അതിന് പകരമായിട്ട് ഹോം സയൻസ് പഠിക്കുന്നവരുണ്ട്. അതേപോലെ ബയോളജി ഇഷ്ടമല്ലാത്തവർക്ക് അതിന് പകരം കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നോർമലി വരുന്ന കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, പിന്നെ VHSCയിൽ ഒരുപാട് സ്ട്രീംസ്. ഇത്രയൊക്കെയാണ് നമ്മൾ നോർമലി കണ്ടുവരാറല്ലേ? അപ്പോൾ നിങ്ങൾ മാർക്കിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണോ നമ്മളൊരു സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്? അത് നമ്മളുടെ ഇഷ്ടം കൂടി ബേസ് ചെയ്തുകൊണ്ടാണോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ മനസ്സിൽ. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പഠിക്കാനുണ്ടാവുക എന്നുള്ളതൊരു വലിയ സംശയം തന്നെയാണ്. അപ്പോൾ 10ാം ക്ലാസ് വരെ കണ്ട സയൻസും മാത്സും ഫിസിക്സും ഒന്നും അല്ല കേട്ടോ +1 +2 ആ ഒരു ചിന്തയിലൊന്നും പോകണ്ട. കാരണം 9ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് 11th. പൊതുവേ 9ാം ക്ലാസ് കുറച്ച് ടഫാണ്, അതിനേക്കാൾ ഈസിയാണ് 10th എന്ന് പറയുന്നത്. അപ്പോൾ 9th കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ 11th എന്ന് പറയുന്നത് ഇത്തിരി ടഫും 12th എന്ന് പറയുന്നത് അതിനെ വെച്ച് നോക്കുമ്പം ഈസി ആവാറാണ് സാധാരണ. അപ്പോൾ 10th കണ്ടിന്യൂഷനാണ് 12th എന്നും 9th കണ്ടിന്യൂഷനാണ് 11th എന്നും മറന്നു പോകണ്ട. അപ്പോൾ ബയോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് 11th നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അതായത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്നുള്ളതാണ് +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. അതൊരു ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ചും അതേപോലെ അവരുടെ ലൈഫ് സ്പാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അടുത്ത സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷനും അതേപോലെ ഡിഫറെൻറ്റ് തരത്തിലുള്ള ഫ്ലവേഴ്സിനെ കുറിച്ചും എങ്ങനെയാണ് ഫ്ലവേഴ്സിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അത്തരം കാര്യങ്ങളാണ് ആ ചാപ്റ്റർ പറയുന്നത്. ആൻഡ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലും നോർമലി ഹ്യൂമൻ റീപ്രൊഡക്ഷനും അതേപോലെ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്നത് മെൻ്റലിസവും അതേപോലെ മെൻ്റലിൻ്റെ ലോസിനെ കുറിച്ച്, ലിങ്കേജ്, റീകോമ്പിനേഷൻ, പോളിജനിക് ഇൻഹെറിറ്റൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലാണ് എന്ത് DNA, RNA അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലാണ്. പിന്നീട് വരുന്ന ചാപ്റ്റർ ആണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. എവല്യൂഷനിൽ എന്താണ്? ഹ്യൂമൻ എവല്യൂഷൻ ആണ് അല്ലേ? ഹ്യൂമൻസിൻ്റെ ആൻസിസ്റ്റേഴ്സ് എങ്ങനെയാണ്, എർത്ത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് എവല്യൂഷനിൽ പഠിക്കുന്നത്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസിൽ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തെക്കുറിച്ചും ഡിഫറൻ്റ് ആയിട്ട് വരുന്ന മൈക്രോബിയൽ ഡിസീസസിനെ കുറിച്ചും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിനകത്ത് എന്താണ്? ഗ്രീൻ റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, അതേപോലെ ഹൈബ്രിഡ് ആയിട്ടുള്ളതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പുതിയ തരം ടെക്നിക്ക്, ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള അനിമൽസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് ഹ്യൂമൻ വെൽഫെയറിന് നമുക്കറിയാം അല്ലേ? കേർഡ്, ആൻറ്റിബയോട്ടിക് അതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ. ഇപ്പോൾ CBSE സിലബസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ 8ാം ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ബയോടെക്നോളജിയാണ്. ബയോടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ബയോടെക്നോളജി അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ എന്താണ്? റീകോമ്പിനേഷൻസിനെ കുറിച്ച്, RDNA ടെക്നോളജി എങ്ങനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മോഡിഫിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതൊക്കെയാണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിൽ. അതേപോലെ ബയോടെക്നോളജിയുടെ മേജറായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ആണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ ബയോടെക്നോളജി ആൻഡ് ഇറ്റ് ആപ്ലിക്കേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് എന്താണ്? ഓർഗാനിസം, പോപ്പുലേഷൻ. പിന്നീട് വരുന്നത് എന്താണ്? എക്കോസിസ്റ്റം, ദെൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അതെന്ന് പറയുന്നത് എന്താണ്? എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് പിന്നീട് വരുന്ന ലാസ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് പഠിക്കാനുള്ളത്. ഇനി നോക്കിക്കേ, +1 ലിവിങ് വേൾഡ്, അനിമൽ കിങ്ഡം. ലിവിങ് വേൾഡിനകത്ത് ഈ പറഞ്ഞതുപോലെ ജീനസ്, സ്പീഷീസ്, ക്ലാസ്, ഓർഡർ അതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതേപോലെ അനിമൽ കിങ്ഡത്തിൽ എന്താണ്? അനിമൽ കിങ്ഡത്തിൽ വരുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്തിരിക്കുകയാണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിനകത്ത് എന്താണ്? കുറച്ച് ഈ പറഞ്ഞതുപോലെ എർത്ത് വോം,
കോക്രോച്ച്, അവരുടെയൊക്കെ ഒരു സ്ട്രക്ചറൽ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ DNA-യുടെയും RNA-യുടെയും ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ്, അവരുടെ കോമ്പോസിഷൻസ്, അതൊക്കെയാണ് പറയുന്നത്. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പം ഹ്യൂമൻ ഡൈജഷൻ, അബ്സോർപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, വില്ലായി, മൈക്രോവില്ലായി, പിന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ ആ ഒരു പ്രോസസ്സ് എങ്ങനെ ഹാപ്പൻ ചെയ്യുന്നു, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഡൈജഷനിലുള്ളത്, അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ബാക്കിയെല്ലാം നമ്മളുടെ ബോഡി ഫംഗ്ഷനെ കുറിച്ചാണ് അല്ലേ. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, ഹാർട്ടിന്റെ പമ്പിങ് സിസ്റ്റം, അതൊക്കെയാണ് പഠിക്കുന്നത്. എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, യൂറിന്റെ ഫോർമേഷനും അതേപോലെ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും അതൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നീട് ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ മസിൽസിന്റെ കോൺട്രാക്ഷൻ, റിലാക്സേഷൻ, മസിൽസിന്റെ മൂവ്മെന്റ്, അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ എന്താണ്, നമ്മളുടെ സെൻസേഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതുപോലെ കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ഏതൊക്കെയാണ്, ഇപ്പം ബയോളജിയിൽ തന്നെ നമ്മൾ ബോട്ടണി എന്നും സോളജി എന്നും തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബോട്ടണിയിലാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പ്ലാന്റ് കിങ്ഡത്തെ കുറിച്ച് അല്ലേ, ബ്രയോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതേപോലെ എന്താണ് മോർഫോളജി, ഫ്ലവേഴ്സിന്റെ മോർഫോളജി അല്ലേ, നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് മോർഫോളജി എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് പുറമേ നോക്കുമ്പോൾ ഇലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ലീഫ് കാണാൻ പറ്റുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ വോൾ അറേഞ്ച്മെൻറ്റ്, അതൊക്കെയാണ് മോർഫോളജിയിൽ വരിക. അനാറ്റമി ആകുമ്പോഴെന്താണ്, അതിൻ്റെ ഇൻറ്റേർണലി ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അനാറ്റമി ഡിസ്കസ് ചെയ്യുന്നത്. സൈലം, ഫ്ലോയം, എങ്ങനെയാണ് സൈലത്തിലൂടെയുള്ള വാട്ടർ കണ്ടക്ഷൻ, ഫ്ലോയത്തിലൂടെയുള്ള എങ്ങനെയാണ് ഫുഡ് ട്രാൻസ്മിഷൻ, അതൊക്കെയാണ് പറയുന്നത്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ എന്താണ്, സെല്ലിനകത്തുള്ള ഓർഗനൽസ്, ഗോൾജി കോംപ്ലക്സ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്. അപ്പം അങ്ങനെ സെല്ലിനകത്തുള്ള ഓർഗനൽസിനെ കുറിച്ച് പഠിക്കുന്നതാണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. പിന്നെ വരുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആണ് അല്ലേ. അപ്പോൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ സെൽ സൈക്കിൾ എങ്ങനെ നടക്കുന്നു, ക്രോമസോംസ് എങ്ങനെയാണ് അവിടെ അലൈൻ ചെയ്യുന്നത് എന്നുള്ളതും, സെൽ സൈക്കിളിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ പറയുന്നൊരു ചാപ്റ്ററാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. പിന്നെ വരുന്നത് എന്താണ്, പ്ലാന്റ്സിൽ നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. ഇപ്പം നമ്മൾ ഹ്യൂമൻസിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതെന്ന് പഠിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്. മിനറൽ ന്യൂട്രീഷനും അതേപോലെ തന്നെ പ്ലാന്റ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എന്താണെന്നുള്ളത്, മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, അതേപോലെ ഈ പറഞ്ഞതുപോലെ ഓക്സിജനും നൈട്രജനും സൾഫറും പൊട്ടാസ്യവും മഗ്നീഷ്യവും മാംഗനീസും ഒക്കെ എന്തൊക്കെ മേജർ ആയിട്ടുള്ള റോൾസ് ആണ് പ്ലാന്റ്സിൽ പ്ലേ ചെയ്യുന്നതെന്നൊക്കെയാണ് മിനറൽ ന്യൂട്രീഷനിൽ പഠിക്കുന്നത്. ഫുട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ഞാൻ പറയേണ്ട കാര്യമില്ല, ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് എന്താണ് ഫുട്ടോസിന്തസിസ് എന്നുള്ളതും. അതേപോലെ ഡാർക്ക് റിയാക്ഷൻ, ലൈറ്റ് റിയാക്ഷൻ, അങ്ങനെയൊക്കെ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോസിന്തസിസ്, അതൊക്കെയാണ് ഫോട്ടോസിന്തസിസിൽ പഠിക്കുന്നത്. പിന്നീട് വരുന്ന ചാപ്റ്റർ ഏതാണ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് അല്ലേ. അപ്പം അനിമൽസിൽ മാത്രമല്ല പ്ലാന്റ്സിലും റെസ്പിറേഷൻ ഉണ്ട്, അതിനെക്കുറിച്ചാണ് റെസ്പിറേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് എന്താണ്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ എന്താണ് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ഈ പറഞ്ഞതുപോലെ സെക്കൻഡ് ഇയറിൽ ഉള്ള ചാപ്റ്റേഴ്സ് ആണ് സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്നത്. അതിന് ഓരോന്നിനും എത്ര മാർക്കാണ് ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റേഴ്സ് നോക്കുവാണെങ്കിൽ ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് വരുന്നുണ്ട്, ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, അമീൻസ്, ബയോമോളിക്യൂൾസ്, ഇതെല്ലാമാണ് വരുന്നത്. അതേപോലെ 70 മാർക്സിനാണ് കേട്ടോ എക്സാം വരുന്നത്. ബാക്കിയുള്ള 30 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, പ്രാക്ടിക്കൽ എക്സാം ആണ് കിട്ടുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം 11th ഉണ്ട് 12th ഉണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കെമിസ്ട്രി സിലബസ് ഒന്ന് പറയാം. അതിനകത്ത് വോളിമെട്രിക് അനാലിസിസ് വരുന്നുണ്ട്, അതേപോലെ സാൾട്ട് അനാലിസിസ് വരുന്നുണ്ട്, കോണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് വരുന്നുണ്ട്, അതേപോലെ ഒരു ചെറിയ പ്രൊജക്ട് വർക്ക് ഉണ്ട്, അതേപോലെ വൈവയും റെക്കോർഡും ഉണ്ട് കേട്ടോ.
അപ്പം അത്രയും കാര്യങ്ങളെ അനാലിസിസ് നടത്തിക്കൊണ്ടാണ് നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെ ഒരു 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അടുത്തതൊന്ന് നോക്കാം. 11th കെമിസ്ട്രിയിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, അതേപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, കെമിക്കൽ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ഇതൊക്കെയാണ് 11th പഠിക്കാനുള്ളത്. പിന്നെന്താണ്, റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഇത് കേട്ടപ്പോൾ തോന്നിയില്ലേ ബയോളജി വെച്ച് നോക്കുമ്പോൾ കെമിസ്ട്രിക്ക് ചാപ്റ്റേഴ്സ് കുറവാണ്, കുറച്ച് പഠിച്ചാൽ മതി എന്ന്. ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതായത് ഇത് കുറച്ച് യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നതാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും, അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതുപോലെ യൂണിറ്റ് 2 കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവും മാഗ്നറ്റിസം ആൻഡ് മാറ്ററും ആണ്. പിന്നീട് വരുന്നത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരുന്നുണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വരുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വരുന്നുണ്ട്, റേ ഒപ്റ്റിക് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, വേവ് ഒപ്റ്റിക്സ് വരുന്നുണ്ട്, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, പിന്നെ വരുന്നത് ആറ്റം, ന്യൂക്ലിയൈ, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്, മെറ്റീരിയൽ ഡിവൈസസ് ആൻഡ് സിമ്പിൾ സർക്യൂട്ട്സ്, ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇനി 11th ഫിസിക്സിലാണെങ്കിലോ ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെന്റ് വരുന്നുണ്ട്, കൈനറ്റിക്സ് വരുന്നുണ്ട്, ലോ ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പ്രാക്ടിക്കൽസ് ആൻഡ് റിജിഡ് ബോഡി, gravitation, properties of bulk matter, thermodynamics, behavior of perfect gases and kinetic theory of gases, oscillation and waves. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇതിനും എന്താണ്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം എത്ര മാർക്കിലാണ്? 30 മാർക്കിൽ തന്നെയാണ്. അതിനകത്ത് പ്രാക്ടിക്കലിന് എന്താണ്, എക്സ്പെരിമെന്റ്സ് വരുന്നുണ്ട്, അതേപോലെ ഡോക്യുമെന്റേഷൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, അതേപോലെ ഡെമോൺസ്ട്രേഷൻ ഓഫ് പ്രാക്ടിക്കൽ സ്കില്ല്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു വൈവ റെക്കോർഡ്, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു 30 മാർക്ക് കിട്ടുന്നത് കേട്ടോ. ഇത്രയും കാലം നമ്മൾ കണ്ട ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നുമല്ല ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാലം കണ്ട ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നുമല്ല ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പഠനം എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രയാസകരമാകുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത്രയും കാലം കണ്ട ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നും അല്ല പഠിക്കാനുള്ളത്. ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ പഠിക്കണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എഫേർട്ട് ഇടണം. അപ്പോൾ ഏത് സ്ട്രീമാണ് ഇഷ്ടം എന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീമിനെ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സയൻസ് മാത്രമാണ് എല്ലാം തികഞ്ഞൊരു സ്ട്രീം എന്ന് പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മറ്റെല്ലാ സ്ട്രീമുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ 10ാം ക്ലാസ് പഠനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ +1 കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? +1ൻ്റെയും +2ൻ്റെയും കൂടി മാർക്ക് ഒന്നിച്ച് ചേർത്താണ് കേട്ടോ ഫൈനൽ റിസൾട്ട് വരിക +1 +2. അപ്പോൾ അതുകൊണ്ട് +1 ഉഴപ്പിയിട്ട് +2 നന്നായിട്ട് പഠിക്കാം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. 2 വർഷവും നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നല്ല സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് നന്നായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് പഠിക്കാനായിട്ട് റെഡി ആയിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾ പ്രയാസമായിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് CC+ലെ ടീച്ചേഴ്സും കൂടെയുണ്ട്. നല്ലൊരു ഓപ്ഷൻ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുക.